ഡോക്ടറെ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ ഈ വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് എൻ്റെ വായിൽ കുറേ പുണ്ണുകളും പിന്നെ ലിപ്സൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഡോക്ടറിന് എന്താ തോന്നുന്നത്? അത് മെയിൻലി വെള്ളം കുടിക്കാത്തതിൻ്റെ ഇഷ്യൂ ആണ്, ഡീഹൈഡ്രേഷൻ എന്ന് പറയും. പൊതുവേ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റും. എന്നു പറയുമ്പോഴത്തേക്കും തുപ്പൽ വരാത്തണക്ക് എപ്പോഴും നാക്കിങ് ഉള്ളിൽ, അതായത് വായിൻ്റെ അകത്ത് ഇങ്ങനെ ഡ്രൈനെസ് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ വേറെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചുണ്ടൊക്കെ പറഞ്ഞ കണക്ക് ചുണ്ട് പൊട്ടുക, പിന്നെ വായിൻ്റെ അകത്ത് ഫുൾ അൾസറായിരിക്കുക, നമുക്ക് തന്നെ ഒരു ഒരു ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ ഒരു സ്മെല്ല് പോലെ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ശരി, എനിക്ക് അതൊക്കെ ഉണ്ട്. അങ്ങനെ തോന്നണില്ലേ ഡോക്ടറെ? ഒരു ഡൗട്ടും കൂടെ. ഈ വായിൽ ഇപ്പോൾ പുണ്ണൊക്കെ വരുന്നതല്ലാണ്ട് നമുക്ക് പല്ലിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാറുണ്ടോ? പല്ലിന് പ്രശ്നം വരാറുണ്ട്. പല്ലിന് മറ്റേ പോട് വരിക, പിന്നെ മോണരോഗങ്ങളുണ്ടാവുക. ചിലർക്കൊക്കെ കണ്ടിട്ടില്ലേ നമ്മളെ നാക്കിന്റെ അകത്ത് ഒരു വെള്ളം പാട പോലെ ചിലർക്ക് ഇൻഫെക്ഷൻസ് വരിക, അങ്ങനെ കുറെ കാര്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഇത് സിവിയർ ആവുന്ന കേസുകളുണ്ട്. സിവിയർ ആകുമ്പോഴത്തേക്കും തലയിറക്കങ്ങൾ വരിക, തലയിറങ്ങി എവിടെയെങ്കിലും വീഴുക, മനസ്സിലായി, ഇങ്ങനെയുള്ള കുറെ സിവിയർ, അതായത് ടെൻഷൻ ആവുക, ഹൈപ്പർ ടെൻഷൻ ആവുക, ഇങ്ങനെയുള്ള ബ്രീത്തിങ് ഒക്കെ ഡിഫിക്കൽസ് വരുന്നൊക്കെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ നേരെ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആവാനാണ് പൊതുവെ പറയുന്ന ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അതാണ്. ഡോക്ടറെ, ഈ വെള്ളം കുടിക്കുന്ന അല്ലാണ്ട് എന്തായിരിക്കും അതിന്റെ ശരിക്കുള്ള ട്രീറ്റ്മെന്റ്? വെള്ളം കുടിക്കണം. നമ്മൾ തന്നെ പൊതുവെ പറയാറുണ്ട് ഇത്ര ലിറ്റേഴ്സ് വെള്ളം നമുക്ക് വേണം ഒരു അഡൽറ്റിന്. അതുകൊണ്ട് നമ്മൾ പീരിയോഡിക്കലി റെഗുലർലി വെള്ളം കുടിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഈ സിവിയർ സിംറ്റംസ് കാണിക്കും, നമുക്ക് തലയിറക്കുന്നത്, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ORS ഇതുപോലുള്ള ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഉള്ള പാനീയങ്ങൾ കുടിക്കുക. പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് പറയാനാണെങ്കിൽ മറ്റേ കരിക്കിൻ്റെ വെള്ളം ഇതെല്ലാം യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് സിവിയർ ആണെങ്കിൽ മാത്രം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവുക. പിന്നെ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാം, അങ്ങനെയാണെങ്കിലും ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ വേണ്ടി വരും. അതനുസരിച്ചിട്ടുള്ള മെഡിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം.